ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അവിടെ ക്രേ പേപ്പർ വെച്ചിട്ട് ലില്ലി പൂവാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ചെറിയ പീസ് ക്രേ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ ഇതുപോലെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടാമത് വീതി കുറച്ച് കട്ട് ചെയ്ത് ആ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കമ്പിയിൽ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 3 ഇതള് ഞാൻ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പതിയെ ഇങ്ങനെ വിടർത്തി കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ പതിയെ വിടർത്തി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കളർ ക്രേ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അത് ഇതുപോലെ ഒന്നിങ്ങനെ വിടർത്തിയോണ്ടിയും കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പശ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു 3 ചെയ്തെടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അവസാന ഭാഗത്ത് വെക്കുന്ന വലിയ ഫ്ലോറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിന്റെ നടുക്കായിട്ട് ഇതുപോലെ പോളൻ ഗ്രെയിൻസ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അത് കമ്പിയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു 6 ഇതള് ഞാൻ ഈ പൂവിന് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 6 ഇതള് മുഴുവൻ ഒട്ടിച്ചു കഴിയുമ്പോൾ നമുക്കത് മുന്നേ ചെയ്തതുപോലെ തന്നെ വിടർത്തി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്കൊരു 3 ഫ്ലവർ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 3 ചെറിയ ഫ്ലവേഴ്സും 3 വലിയ ഫ്ലവേഴ്സും ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് വെക്കാനുള്ള മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മുട്ടുകൾ ഞാനൊരു 4 കേട്ടോ ഉണ്ടാക്കിയെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഗ്രീൻ കളർ ക്രേ പേപ്പർ ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു കമ്പി എടുത്തിട്ട് അതിൽ കുറച്ച് പേപ്പർ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പശ തേച്ച് വെച്ച ഗ്രീൻ കളർ ക്രേ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ. എന്നിട്ട് അതൊന്ന് ഒട്ടി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മോൾ ഭാഗം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും പശ തേച്ച് ഒന്ന് കൂട്ടി ഇതുപോലെ പിരിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ പിരിച്ചു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു മുട്ടിൻ്റെ ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ഒരു 4 കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ലീവ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കത്രിക വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വളഞ്ഞ് കിട്ടുവേ. അത് കഴിഞ്ഞാൽ ഞാൻ ക്രേ പേപ്പർ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ടേപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഗ്രീൻ കളർ ക്രേ പേപ്പർ എടുത്തിട്ട് ഗ്രീൻ ടേപ്പ് പോലെ തന്നെ നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. എല്ലാ സ്റ്റമ്മിലും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. എല്ലാതും ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അത്യാവശ്യം വലിയൊരു പീസ് കമ്പി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടുകളായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് പോലെ തന്നെ ഇതൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ ഓരോ മുട്ടുകളായിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 4 മുട്ടുകൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് ചെറിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ചെറിയ ഫ്ലവേഴ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഈ വലിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇത് മൊത്തം ഇതുപോലെ ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ലാസ്റ്റിലായിട്ട് നമ്മൾ ഇതുപോലെ മുന്നേ ലീവ്സ് ഉണ്ടാക്കി വെച്ചത് അതാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലില്ലിപ്പൂവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പറ്റുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ.